കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്, ആ വീഡിയോസും കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാധാരണ ഒരു ഫാമിലി കോടതിയിൽ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ഭർത്താവിന് എതിരെ ആദ്യത്തെ കേസായിട്ട് മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു സംഖ്യ മാസം ഉത്തരവാദിത്തങ്ങളൊന്നും അനുസരിക്കാതെ മേടിച്ചെടുക്കുന്നു, സന്തോഷകരമായി ജീവിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കേസുകളായിട്ട് കൊടുത്ത് ഭർത്താവിൻ്റെ വീട്ടുകാർ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിന് എതിരായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിധി എതിരാണെന്ന് പറയാൻ കാരണം നമുക്കറിയാം, പലപ്പോഴും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്ന കേസുകളിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് തികച്ചും അന്യായമായിട്ടുള്ള നുണകളായിരിക്കും 90% കേസുകളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഭർത്താവിന് ഇല്ലാത്ത വരുമാനം ഉണ്ട് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു തുക കൈപ്പറ്റുകയും ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതേപോലെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ അവർക്കതുപോലെ പൈസ കിട്ടുന്നുണ്ട് എന്ന ധാരണയിൽ ഒരു സ്ത്രീ ഇതുപോലെ കേസ് ഫയൽ ചെയ്യണം. അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു സ്ത്രീക്ക് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന കാര്യം അവരെന്ത് ചെയ്തില്ല, ഈ ഒരു പെറ്റീഷനിൽ അവർ പറഞ്ഞില്ല. അങ്ങനെ പറയാതെയാണ് അവരെന്ത് ചെയ്ത് കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കോടതി ഈ സ്ത്രീ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ നുണയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും, അപ്പോൾ ബോധ്യപ്പെട്ട നുണ ഇങ്ങനെയാണ്: ഈ പെൺകുട്ടിക്ക് എന്തുണ്ട്, ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്, ഭർത്താവിന് എന്തില്ല, ജോലിയില്ല എന്നും മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ തെറ്റായ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ഭർത്താവിന് ഭാര്യ 5000 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കണം എന്നുള്ള ഒരു വിധിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കേസ് കൊടുത്തത് ഭാര്യയാണ്, പക്ഷെ വിധി വന്നപ്പോൾ അത് ആർക്ക് അനുകൂലമായിട്ട് മാറി? ഭർത്താവിന് അനുകൂലമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഭർത്താവിന് അനുകൂലമായിട്ട് വരികയും ഭർത്താവിന് ഭാര്യ ചെലവിന് കൊടുക്കുകയും ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദു മാരേജ് ആക്റ്റിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഭാര്യയ്ക്കും അതുപോലെ തന്നെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഭർത്താവിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? മെയിൻ്റനൻസ് മേടിക്കുവാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ ഒരു പോയിന്റിൻ്റെ വെച്ചുകൊണ്ടാണ് കോടതി ഇതുപോലെയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്: വൈഫ് ഫയൽഡ് ഫോൾസ് കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് ഹസ്ബൻഡ്. The court orders woman to pay husband ₹5,000 മെയിൻ്റനൻസ് പെർ മന്ത് എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ സെക്ഷൻ ഇതാണ്: അണ്ടർ ദി ഹിന്ദു മാരേജ് ആക്ട് 1955 ബോത്ത് മെൻ ആൻഡ് വുമൺ ക്യാൻ ക്ലെയിം മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഭർത്താവിന് പൈസ കൊടുക്കുവാനായിട്ട് കോടതി ഉത്തരവ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭർത്താവ് പൈസ മേടിക്കുന്നത് നല്ല കാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ അങ്ങനെയും ചെയ്യാം എന്നുള്ള ഒരു പോയിൻ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.